6, 7. ഹായ് ഫ്രണ്ട്സ്, 7 സ്പീക്കർ ഇപ്പം നമ്മൾ റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതായത് കംപ്ലൈൻ്റ് ആയി പോയിട്ട് ഫുള്ളായിട്ട് മാറ്റിയതുകൊണ്ട് റിപ്പയർ ചെയ്തെടുത്തതുകൊണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ആദ്യം ഇത് സോണിയുടെ ഒരു സ്പീക്കറാണ്, ഒരു ചെറിയ സ്പീക്കർ. ഇത് ഡബിൾ മാഗ്നറ്റാണ്, സോണിയുടെ സബ് വൂഫറാണ്. ഇതിൻ്റെ കോയിലും മറ്റേ ഇതുമെല്ലാം പോയതായിരുന്നു, അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. സോണി ഡബിൾ മാഗ്നറ്റ് സബ് വൂഫറാണ്, സോണിയുടെ ഒരു സബ് വൂഫർ. പിന്നെ അടുത്ത സബ് വൂഫറായിട്ട് പറയുമ്പോൾ ഇതൊരു സബ് വൂഫറാണ്, സോണിയുടെ തന്നെ സബ് വൂഫറാണ്. ഇതും കോയിൽ കംപ്ലൈൻ്റ് ആയിരുന്നു, മറ്റേ ലീഡും ഒക്കെ പ്രശ്നമായിരുന്നു, വൈബ്രേഷനായിരുന്നു. ഇതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സബ് വൂഫറാണ് സോണിയുടെ. ഇതും എലി കയറി ലീഡും എല്ലാം കട്ട് ചെയ്ത് ഇതായി പോയതായിരുന്നു. സ്പൈഡറൊക്കെ മാറി, ഇതിൻ്റെ പേപ്പർ മാറേണ്ടി വന്നിട്ടില്ല, പേപ്പർ പഴയത് തന്നെയാണ്. പിന്നെ ഫുള്ളായിട്ട് മാറിയ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ടൊയോട്ടോൻ്റെ ഒരു ഊഫറാണ്. ഇതിൻ്റെ ഫുൾ സാധനം മാറി, ബോഡി മാത്രമേ നമ്മൾ പഴയത് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പേപ്പർ കറക്റ്റാണ്, കമ്പി കറക്റ്റാണ്, സ്പൈഡർ പുതിയതാണ്, കോയിൽ പുതിയതാണ്. ഈ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത് സബ് വൂഫർ പോലെ ആക്കി കൊടുക്കാനാണ്. പക്ഷേ സബ് വൂഫർ പോലെ ആക്കണമെങ്കിൽ 4 ലെയർ വൈൻഡിങ് ഉള്ള കോയിൽ വേണം ഇടാൻ. പക്ഷേ ഇതിനകത്ത് 2 ലെയർ വരെ മാക്സിമം ഇടാനുള്ള ഗ്യാപ്പുള്ളൂ ഈ മാഗ്നറ്റിൻ്റെയും ഇതിൻ്റെ ഫെറൈറ്റിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് സബ് വൂഫർ ആക്കാൻ പറ്റിയല്ല, ഊഫറായിട്ട് തന്നെ പേപ്പറും സ്പൈഡറും, സ്പൈഡറൊക്കെ പുതിയതായിട്ടിരിക്കുന്നത്, സ്പൈഡറും കോയിൽ നമ്മൾ 4 ഓംസിൻ്റെ കോയിലാണ് ഇട്ടിരിക്കുന്നത്. 4 ഓംസും 8 ഓംസും 16 ഓംസും ഒക്കെ കോയിലുകൾ അവൈലബിൾ ആണ്. ഇത് 4 ഓംസ് കോയിൽ സ്പൈഡർ ഇട്ട് ഒരു ഊഫറാക്കി മാറ്റിയിരിക്കുക. ടൊയോട്ടോൻ്റെ സ്പീക്കറാണിത്. പിന്നെ ഇത് ഫുള്ള് മാറിയ ഒരു സാധനമാണ്. ഇത് കോയിലും കത്തിപ്പോയായിരുന്നു, ഇതിൻ്റെ പേപ്പറും പോയായിരുന്നു, സ്പൈഡറും എല്ലാം പുതിയതിട്ടതാണ്. ഇതിൻ്റെ പേര് ആൾടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതുണ്ട്. ആൾടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതാണ് അതിൻ്റെ അഡ്രസ്സ്, ആൾടെക്. കസ്റ്റമറുടെ പേരൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മറച്ചു പിടിച്ചത്, വേറെ തോന്നൽ. അപ്പോൾ ഇത് ഫുള്ള് മാറുന്നതാണ്. ഇതിൻ്റെ പേപ്പറും ഫുള്ള്, ഇതിൻ്റെ കോയിലും പുതിയത്, ഇതിൻ്റെ സ്പൈഡറും പുതിയതായിട്ടുള്ള ഒരു സബ് വൂഫറാണിത്. ഇത് 4 ലെയറുള്ള 4 ലെയർ കോയിലായിട്ടിരിക്കുന്നത്. പിന്നെ ഇതിലെല്ലാം വളരെ രസകരമായിട്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു അടിപൊളി സാധനം കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് സാധനം. ഇത് നമ്മുടെ ടെക്നിസിൻ്റെ സ്പീക്കറാണ്. കാര്യം ഇത് സ്പീക്കറായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇത് 4 വൈൻഡിങ് ഉള്ള, അതായത് 4 ലെയർ വൈൻഡിങ് ഉള്ള കോയിലാണ് ഇതിനകത്ത് സ്പീക്കറിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഊഫറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക സുഖം, ബാസും എല്ലാം കൂടുക, ഒരു നല്ല മനോഹരമായ സൗണ്ട് ഇതിന് കിട്ടും. ഇതാണ് ടെക്നിസിൻ്റെ ഊഫർ. ഇത് ടെക്നിസിൻ്റെ ഈ സ്പീക്കർ പണ്ട് ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്തപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ഇട്ടായിരുന്നു, പഴയ കണ്ടീഷനിൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ. ഇപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു അസുഖം വന്നാൽ റിപ്പയർ ചെയ്യാതിരിക്കാൻ, മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ പോലെ പഴയതിലും ബെറ്റർ കണ്ടീഷൻ കിട്ടുന്ന പോലെ 4 ലെയർ കോയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇട്ടത്. ഇതിൻ്റെ കോയിലെല്ലാം പോയതായിരുന്നു. ഇത് 8 ഓംസ് ആണ്, 8 ഓംസിൻ്റെ ടെക്നിസ്. ഈ മാഗ്നറ്റ് ചെറുത് കണ്ടുകൊണ്ട് ഇതിനെ പെർഫോമൻസിനെ ഒന്നും ഇതാക്കരുത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാട്ട് കേൾക്കാൻ ഭയങ്കര സുഖമാണ്, 4 ലെയർ കോയിലായതുകൊണ്ട്. ഈ മാഗ്നറ്റ് ചെറുതാണെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്താണ് കാര്യം. വലുപ്പത്തിൽ വലിയൊരു മാഗ്നറ്റ് വെച്ചെന്നോർത്ത് അത് പവർ കിട്ടുമെന്നോ പാട്ട് കൂടുതൽ നല്ലതാവുമെന്നും വിചാരിച്ചേക്കരുത്. ആ മാഗ്നറ്റിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ കൂടുതലായാലും ഒരു കുഞ്ഞു കഷ്ണമാണെങ്കിലും മതി. കാരണം ബോസിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയൊരു മാഗ്നറ്റാണ്, പക്ഷേ അതിൽ നിന്ന് വരുന്ന സൗണ്ട് ഭയങ്കരമാണ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ ഒരു ഡെപ്ത്, പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ പിടിക്കാനുള്ള കഴിവ് കൂടിയതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടെക്നീഷ്യൻ്റെ ബോക്സ് സൈത് ഒരാൾ കൊണ്ടും തന്നതാണ്. അപ്പോൾ ബോക്സിൽ ഇത് സെറ്റ് ചെയ്യുന്ന പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ 2 എണ്ണവും നമ്മളിത് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ടെക്നീഷ്യൻ്റെ പോയിൻ്റ് 8 ഓംസിൻ്റെ ആണ്. ഫുൾ പുതിയ കോയിൽ, പുതിയ സ്പൈഡർ, എവരിതിങ് പുത്തനാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമ്മളൊന്ന് വർക്ക് ചെയ്യിച്ച് കാണിക്കാം. അപ്പോൾ ഇത്രയും സ്പീക്കറുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇനി ഓരോ സ്പീക്കറായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെക്നിസിൻ്റെ സ്പീക്കർ എന്ന് പറയത്തില്ല, ഊഫറാണ്. ഇത് സബ് ഊഫറിൻ്റെ പോലെ 4 ലെയർ കോയിലാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിസ് നിങ്ങൾക്കറിയാമല്ലോ, നാഷണൽ പാനാസോണിക്കിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ഒരു സാധനമാണ്, പ്രീമിയം സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സബ് വൂഫർ പോലെ അന്നത്തെ കാലത്ത് ഹൈഫൈയിലൊക്കെ കൊടുക്കുമ്പോൾ സബ് വൂഫർ എന്ന് പറയുന്ന സംവിധാനം അന്നില്ല.
അന്ന് ശരിക്കും സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ, സ്പീക്കർ ഊഫറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ സബ് ഊഫറിൻ്റേതും കൂടിയുള്ള ഒരു നല്ല മുഴക്കമുള്ള ഒരു സൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ് 4 ലെയർ കോയിൽ കൊടുത്തത്. ഇതിപ്പോൾ 4 ലെയർ കോയിൽ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ആ വിളവിനകത്ത് ആ കോയിൽ കൊടുക്കാനുള്ള ഇട വേണം. അപ്പോൾ ഇതിൻ്റെ കോയിലും പോയതാണ്, സബ് ഊഫർ പേപ്പറും പോയതായിരുന്നു, സ്പൈഡറും പോയതായിരുന്നു, എല്ലാ സാധനവും മാറി നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 8 ohms ആണ്, 8 ohmsൻ്റെ സ്പീക്കറാണ്, ടെക്നിസിൻ്റെ 8 ohmsൻ്റെ സ്പീക്കർ. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ സൈഡ് പോസിറ്റീവും ഈ സൈഡ് നെഗറ്റീവും. ഇതൊന്നും കൊണ്ടൊന്ന് കാണിച്ച്, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ വർക്കിംഗ് ഒന്ന് എടുക്കാൻ പോവാണ്, വർക്കിംഗ് നമ്മൾ എടുക്കാൻ പോവാണ്. സ്റ്റോപ്പ് ചെയ്തേ, പാട്ട് പാടിച്ച് നോക്കാൻ പോവാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും റൈറ്റ് സൈഡിൽ പോസിറ്റീവുമാണ്. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും മുട്ടിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ലപോലെ സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. സ്പീക്കറിൻ്റെ ഔട്ടാണ്, സ്പീക്കർ ഔട്ടാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെക്നീഷ്യൻ്റെ ഒരെണ്ണം കഴിഞ്ഞു, ഈ 2 എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ബോക്സിൽ കയറ്റാനിൻ്റെ ബോക്സൊക്കെ ഉണ്ട്, ബോക്സിൽ കയറ്റി വെച്ചിട്ട് ബാക്കി കാണിക്കാം. അടുത്ത ടെക്നീഷ്യൻ്റെ സ്പീക്കറും കൂടി ഇഞ്ഞെടുത്തു, രണ്ടാമത്തെയും കൂടെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഇതിനകത്തെ കോയിൽ പുതിയതാണ്, 4 ലെയർ കോയിൽ തന്നെയാണ്, സെയിം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് ഈ സ്പീക്കർ എങ്ങനെയായിരുന്നോ ക്വാളിറ്റി അതുപോലെ ഇരിക്കും. ഇത് മാഗ്നറ്റിൻ്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് കുറയ്ക്കാൻ പാടില്ല, കാരണം ബോസിൻ്റെയൊക്കെ സ്പീക്കർ ചെറിയ മാഗ്നറ്റാണ് വരുന്നത്. പക്ഷേ ഈ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പവർ ഉള്ളതായിരിക്കും, ഇതുണ്ടോ, നല്ല കാന്തം പിടിക്കാനുള്ള പവർ കൂടുതലായിരിക്കും. അപ്പോൾ പവർ ആണ് ഇതിനകത്തെ കാര്യം, മാഗ്നറ്റിൻ്റെ വലിപ്പമല്ല. ചില സെറ്റുകളൊക്കെ മാഗ്നറ്റ്, നമ്മൾ ഇന്ത്യയിലൊക്കെ വരുന്ന സ്പീക്കറുകളൊക്കെ മാഗ്നറ്റ് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും വലിയ മാഗ്നറ്റ് ആകുമ്പോൾ കൂടുതൽ ക്വാളിറ്റിയും കേൾക്കാൻ സുഖം വരുമെന്ന്. അങ്ങനെയല്ല, മാഗ്നറ്റിൻ്റെ പവർ എന്നാ, അതിന് പവർ എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ കാന്തിക ശക്തിയുടെ ശക്തി, അതാണ് അതിൻ്റെ കറക്റ്റ്. ആ പവർ അനുസരിച്ചാണ് ഇതിൻ്റെ വരുന്നത്. നമ്മൾ അടുത്ത സാധനവും കൂടെ കൊടുക്കുവാണ്. ടെക്നീഷ്യൻ്റെ 2 സ്പീക്കറായിരുന്നു നമുക്ക്, ഇത് രണ്ടാമത്തെ സ്പീക്കർ. നമ്മൾ ടെക്നീഷ്യൻ്റെ ഊഫറാണ് ഇത്, കണ്ടല്ലോ. അപ്പോൾ ഇതും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇത് മാറ്റി അടുത്ത സാധനത്തിലേക്ക് പോകാം. മതിക്കും ഈ വീഡിയോ. നമ്മളിത് ഇനി അടുത്ത സബ് ഊഫറുകളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്പീക്കറായിട്ടുള്ളത് 2 എണ്ണം, ഒരു സ്പീക്കറും കൂടെ ഉണ്ട്, അതിന് ഇടയ്ക്ക് കാണിക്കാം. ഒരു സ്പീക്കറും കൂടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സ്പീക്കറാണ്, അത് കാണിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സബ് ഊഫറാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പേര് അൾടെക് ലാൻസിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. ഇതൊന്ന് കാണിച്ച്, അതിൻ്റെ സ്പീക്കറാണ്, സബ് ഊഫറാണ്. ഇതിൻ്റെ മൊത്തം സാധനം പോയതായിരുന്നു, അതിൻ്റെ പേപ്പർ പോയതായിരുന്നു, പേപ്പർ മാറി, സ്പൈഡർ മാറി, കോയിൽ മാറി, എല്ലാം കത്തിപ്പോയതായിരുന്നു, എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സബ് ഊഫർ എന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നമ്മുടെ AS21 സബ് ഊഫർ ഔട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിവിടെ നമ്മൾ ഒന്ന് കൊടുത്ത് നോക്കാം. ഇത് നെഗറ്റീവ് പോസിറ്റീവ്, ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. ഇപ്പോൾ വയറിന് നീളം കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. പ്ലേ അടിച്ചു. എൻ്റെ ഓളി ഇച്ചിരി വന്ന് കൂട്ടിക്കുക, എനിസി ചെറുതായിട്ട് കൂട്ടിക്കേ, ചെറുതായിട്ട് കൂട്ടാവുള്ളേ. ഇത് കാണാമല്ലോ, വീഡിയോ ഉണ്ടോ? അധികം കൂട്ടണ്ട, കത്തിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് സബ് ഊഫർ, ഇത് റെഡിയാക്കിയതാണ്, ഇത് നല്ല വർക്കിംഗ് ആണ്. ഇനി അടുത്ത സബ് ഊഫർ.
ഇത് 4 ഇഞ്ച് സബ് വൂഫറാണ് സോണിയുടെ. ഇതെല്ലാം നല്ലത് കാണുന്ന പോലെ ഫോക്കസ് ചെയ്യണേ. 4 ഇഞ്ച് സബ് വൂഫറാണ് സോണിൻ്റെ. അധികം കൂട്ടല്ല, ഒളിയും കൂട്ടല്ല. ഇതിൻ്റെ സ്പൈഡറും ഇതെല്ലാം പോയായിരുന്നു, അതെല്ലാം മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ വർക്കിംഗ് ഉണ്ടല്ലോ, ചൂട് ഒളിയും കൂട്ടിക്കും ഉണ്ടോ, വർക്കിംഗ് ഉണ്ടോ. ബാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സബ് വൂഫർ ഫ്രീക്വൻസി താത്തിട്ടിരിക്കുന്നതുകൊണ്ട് ബാസ് മാത്രമേ വരത്തുള്ളൂ. ആ ഫ്രീക്വൻസി അങ്ങേയറ്റത്തെ ഒളിയും കൂട്ടിക്കേ, അത് ഫുള്ള് കൂട്ടിക്കേ കൂടരുതേ. അതുകൊണ്ടോ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു വോക്കലും കൂടെ ചില പാട്ടും കൂടെ കയറി വരും. ഫ്രീക്വൻസി മുഴുവൻ താത്തിട്ട് കഴിഞ്ഞാൽ ബാസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് സോണിയുടെ തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫറുണ്ട്. ഇത് സോണിയുടെ തന്നെ 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. ഇതുപോലത്തെ 2 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി പവറുള്ള സാധനമാണ്, നല്ല സബ് വൂഫറാണ്. ഒളിയും കുട്ടിക്ക് വീഡിയോ എടുത്ത് അത് ബാസുള്ള ഫീൽഡ് ഇട്ടേ, അടിക്കുന്ന ഫീൽഡ് ഇട്ടേ, മുമ്പോട്ടിട്ടാലും മതി. ഒളിയും കുറയ്ക്കും. ആ ചൂട കൂട്ടിക്കോ, ഫ്രീക്വൻസി ഇച്ചിരി കൂട്ടിക്കോ, ചൂട കൂട്ടിക്കോ. നല്ല പവറാണ്. ഇത് കണ്ടല്ലോ, ഈ സ്പീക്കറും നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. മതി ഒളിയും കുറച്ച്. അപ്പം ടെക്നിക്സ് കണ്ടു, ആൾട്ടീസ് കണ്ടു, പിന്നെ സോണിയുടെ ഇത് സോണിയുടെ വേറൊരു സബ് വൂഫറും കൂടെ ഉണ്ട്, അതും കൂടെ ഇഞ്ഞെടുത്തു. സോണിയുടെ ഒരു സബ് വൂഫറാണ്, സെയിം തന്നെയാണ്. ഇതിനും അതേ തന്നെ. നമുക്ക് ഇതിൻ്റെ ഓഡിയോയും കൂടെ ഒന്ന് നോക്കാം. ഓഡിയോയും കൊടുത്ത് നോക്കി, ഫോൺ പിന്നെ എടുക്കാം. ഇല്ല ഇതിൻ്റെ സബ് വൂഫർ. ഇതും നല്ല വർക്കിംഗ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സ്പീക്കറുണ്ട്. അത് നമ്മുടെ സാംകോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയുടെയാണ്. അതിന് കവറ് മാത്രമേ ഉള്ളായിരുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ കവറ് മാത്രമേ ഉള്ളായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ സ്പൈഡർ ഇട്ടു, അതിൻ്റെ കോയിലിട്ടു, അതിൻ്റെ പേപ്പർ ഇട്ടു, ഊഫർ ഇട്ടു, എല്ലാ സാധനവും ഇട്ട് ഫുൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് ഇതിപ്പോൾ ഊഫറയിൽ കയറ്റി കൊടുത്ത് അതിൻ്റെ കാര്യം വിട്ടുപോയിട്ട് ഇനി അത് സ്പീക്കറിലേക്ക് കൊടുക്കാൻ ഞാൻ അന്തേക്കും സ്പീക്കർ എടുത്തു. അപ്പോൾ നമ്മളത് ഇതിലേക്ക് മാറ്റി, സ്പീക്കറിലേക്ക് മാറ്റി അത് നമുക്ക് അതിൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം, സ്പീക്കർ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ അത് കണ്ടല്ലോ, ഇത് നമ്മൾ സ്പീക്കറിലാണ് കണക്ട് ചെയ്തത്. സബ് വൂഫറിൻ്റെ ഇടത്തില്ല ഇതിനകത്ത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 ലെയർ കോയിൽ ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല. ഇതിനകത്ത് 2 ലെയർ കോയിലേ ഇറങ്ങുള്ളൂ. 2 ലെയർ ഇട്ടിട്ടുണ്ട്. ഇത് സാംകോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ്. അത്ര മോശമൊന്നും പറയാനില്ല, നല്ല വർക്കിംഗ് ആണ്. ആ ബോഡിയൊക്കെ ഒരുവിധം കൊള്ളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ സ്പീക്കറുമായിട്ട് സംബന്ധിച്ചിപ്പം നിങ്ങളോടിപ്പോൾ കാണിക്കാനുള്ളത്. ഇത് നമ്മുടെ AS21 ആണ്. പിന്നെ TV21 ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർ വിളിക്കുക. പിന്നെ നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. 9447208809 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർ ഇത് വിളിക്കുക. ആവശ്യങ്ങളുള്ളവർ മാത്രം വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആണ്, നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വർക്കിംഗ് ടൈമിലാകുമ്പോഴത്തേക്ക് വെറുതെ വിളിക്കുമ്പോൾ ഇത് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുള്ള പെൻഡിങ് ഉള്ള വർക്കുകൾ നമ്മൾ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ കോൾസ് ഒത്തിരി വരുമ്പോൾ എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഏതെങ്കിലും സ്പീക്കറുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിപ്പുണ്ടാക്കി, ടെക്നിക്സ്, നാഷണൽ പാനസോണിക്, സോണി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പീക്കറുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാം. ഇപ്പോൾ സോണിയുടെ എലി കയറി കട്ട് ചെയ്ത് 2 സ്പീക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സ്കൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം സ്കൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.